നമസ്കാരം, ഞാൻ സൂര്യ വാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നിലപാട് ആവർത്തിച്ച് പ്രധാനമന്ത്രി. നോട്ട് നിരോധനത്തിൽ പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് വീണ്ടും പ്രധാനമന്ത്രി. ഹ്രസ്വകാല നേട്ടത്തിനായുള്ള സാമ്പത്തിക നയം സർക്കാരിനില്ല. കറൻസി നിരോധനം ചെറിയ സമയത്തേക്ക് വേദന ഉണ്ടാക്കുന്നതാണെങ്കിലും ഭാവിയിൽ അത് സന്തോഷത്തിന് വഴിമാറുമെന്നും നരേന്ദ്രമോദി. ഉച്ചയോടെ മുംബൈയിലെത്തിയ പ്രധാനമന്ത്രി അറബിക്കടലിൽ നിർമ്മിക്കുന്ന ഛത്രപതി ശിവജി സ്മാരകത്തിന് ശിലയിട്ടു. 15 ഹെക്ടർ പ്രദേശത്ത് 218 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന പ്രതിമയ്ക്ക് മഹാരാഷ്ട്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് 3600 കോടി ചെലവ്. അതേസമയം വൻതുക ചെലവിട്ട് പ്രതിമ സ്ഥാപിക്കുന്നത് ചോദ്യം ചെയ്ത മത്സ്യത്തൊഴിലാളികൾ. പ്രതിഷേധിക്കാനെത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നിരവധി വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്തുള്ള മോദിയുടെ സന്ദർശനത്തിന് പിന്നിൽ വരാനിരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ട്. മണിക്ക് നിയമക്കുരുക്ക്. അഞ്ചേരി ബേബി വധക്കേസിൽ MM മണിയുടെ വിടുതൽ ഹർജി തള്ളി തൊടുപുഴ ജില്ലാ സെഷൻസ് കോടതി. മൂന്നാം പ്രതിയായി മണി തുടരും. ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രനും CITU നേതാവ് AK ദാമോദരനും പ്രതിപ്പട്ടികയിൽ. നടപടി ഇരുവരെയും പ്രതി ചേർക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി പരിഗണിച്ച്. കോടതി ഉത്തരവിനെ തുടർന്ന് മണിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും ലീഗും. കൊലക്കേസിൽ പ്രതിയായ ഒരാൾ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ഗുരുതരമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് സുധീരനും KPA മജീദും. അതേസമയം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ രാജിവെക്കില്ലെന്ന് MM മണി. കേസിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും വിശദീകരണം. അധികാരവും പണവും ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം വിലപ്പോയില്ലെന്ന് കൊല്ലപ്പെട്ട ബേബിയുടെ സഹോദരൻ. പിന്തുണയുമായി പാർട്ടി. ബേബി വധക്കേസിലെ നിർണായക കോടതി ഉത്തരവിൽ പ്രതിരോധത്തിലായി സർക്കാരും CPM-ഉം. വൈദ്യുതി മന്ത്രിയായി MM മണി അധികാരമേറ്റ് 1 മാസം പിന്നിടുമ്പോഴുള്ള രാഷ്ട്രീയ പരീക്ഷണം നേരിടാൻ ഒരുക്കം. കേസ് കെട്ടിച്ചമച്ചതെന്നും രാജി വേണ്ടെന്നും കോടിയേരി ബാലകൃഷ്ണൻ. കൊലപാതകം നടന്ന് 30 വർഷത്തിനു ശേഷമുള്ള നാക്കുപിഴ വീണ്ടും വിനയാകുമ്പോഴും കുലുക്കമില്ലാതെ മണിയാശാൻ. കോടതി വിധി തന്റെ രോമത്തെ പോലും ബാധിച്ചിട്ടില്ലെന്ന് ആദ്യ പ്രതികരണം. മേൽക്കോടതിയെ സമീപിക്കാനും തീരുമാനം. തേഞ്ഞുമാഞ്ഞുപോയ അഞ്ചേരി ബേബി വധക്കേസ് CPM-ന് ഭീഷണിയായി മാറിയത് 2012 മെയ് 25-ന് മണക്കാട് മണി നടത്തിയ വിവാദ പ്രസംഗം. കൊലപാതക പരമ്പരകൾ അക്കമിട്ട് നിരത്തിയുള്ള പരാമർശത്തെ തുടർന്ന് മണി ജയിലിൽ കഴിഞ്ഞത് 44 ദിവസം. പരിശോധനയും പ്രതിസന്ധിയും. അസാധു നോട്ടുകൾ ബാങ്കിൽ നിക്ഷേപിക്കാൻ 5 ദിവസം കൂടി മാത്രം ശേഷിക്കെ രാജ്യത്തെ ഞെട്ടിച്ച് കള്ളപ്പണവേട്ടയും ആശങ്ക പെരുപ്പിച്ച് കറൻസി പ്രതിസന്ധിയും. നിരോധിച്ച നോട്ടുകൾ മുഴുവനായും ബാങ്കിൽ തിരിച്ചെത്തിയതിന്റെ സമ്മർദ്ദത്തിൽ കേന്ദ്ര സർക്കാർ. ബാങ്ക് നിക്ഷേപങ്ങളിൽ പരിശോധന കർശനമാക്കാനുള്ള തീരുമാനം. നോട്ട് നിരോധനത്തിന് ശേഷം കള്ളപ്പണം വെളുപ്പിക്കൽ വ്യാപകമാണെന്ന് വെളിപ്പെട്ട സാഹചര്യത്തിൽ 2 ലക്ഷം രൂപയിലധികം തുകയ്ക്ക് ഒറ്റത്തവണയായി നടക്കുന്ന കറൻസി ഇടപാടുകൾ നിരീക്ഷിക്കാൻ ആദായ നികുതി വകുപ്പിന് നിർദ്ദേശം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2585 രൂപ, പവൻ 20,680 രൂപ, വെള്ളി 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.